Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഷെക്കേന ശുശ്രൂഷ ഈ കാലഘട്ടത്തിലെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവത്തിൻ്റെ ദൈവം നൽകുന്ന വെളിപാടുകൾ പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്, നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നതിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന്റെ സുവിശേഷം എന്ന ഈ ശുശ്രൂഷ 14 ദിവസത്തെ അഭിഷേക ശുശ്രൂഷ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു എന്നതാണ് ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ദൈവശാസ്ത്രങ്ങളും പ്രത്യാശയുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളും നൽകിക്കൊണ്ട് ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പുതിയ വെളിപാടുകളിലൂടെ ഈ നിത്യജീവന്റെ സുവിശേഷം നമുക്ക് ഏവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് സ്വർഗത്തെ കുറിച്ച് ധ്യാനിക്കാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ്. നാം ഈ ലോകത്തിന്റെ മക്കളല്ല, ദൈവരാജ്യത്തിലേക്ക് സ്വർഗോന്മുഖരായിട്ട് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും മരണഭയങ്ങളും ആകുലതകളുമെല്ലാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എടുത്തു മാറ്റാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഷെക്കേന ടെലിവിഷന്റെ ശുശ്രൂഷയില് നിരന്തരം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ വെളിപാടുകളുടെ ഉത്തരമാണ് നിത്യജീവന്റെ സുവിശേഷമെന്ന ഈ ശുശ്രൂഷ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറയാം നമുക്ക്. പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് അറിവ് നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മവിശ്വാസം നൽകട്ടെ. ധൈര്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തയുടെ ആത്മാവ്, കത്തോലിക്ക സഭയുടെ ആത്മാവ്, വിശുദ്ധരുടെ ആത്മാവ്, രക്തസാക്ഷികളെ നയിച്ച പരിശുദ്ധാത്മാവ് ഈ രാത്രിയില് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേല്, എല്ലാ ഭവനങ്ങളുടെ മേല്, എല്ലാ വ്യക്തികളുടെ മേല്, എല്ലാ കുടുംബങ്ങളുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. ഒന്ന് സ്തുതിക്കാമോ മക്കളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കട്ടെ. ഭാഷാപരമുള്ള മക്കള് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പവർ, 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 ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അത്ഭുത ശക്തി, അത്ഭുത ശക്തി. പവർ, പവർ, പവർ. ഈശോ, 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 ഈശോ. അത്ഭുത ശക്തി ഈശോ, അത്ഭുത പവർ ഈശോ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദ്യ നൂറ്റാണ്ട്
പോലാത്മാവേ അധിക ബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു ഒറ്റ വിളി ആത്മാവേ വിളിച്ചു മക്കളെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പരിശുദ്ധാത്മാവേ വിളിച്ചു 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 മക്കളെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ സ്വർഗത്തിന്റെ ആത്മാവ് സ്വർഗത്തിന്റെ ആത്മാവ് സ്വർഗം തുറക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ ദുർമരണങ്ങളെ ബഹിഷ്കരിക്കട്ടെ മരണചിന്തകളെ ബഹിഷ്കരിക്കട്ടെ മരണം മൂലം കടന്നു വന്നിട്ടുള്ള ദുഃഖങ്ങളെ ബഹിഷ്കരിക്കട്ടെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള അധിക ബലം ലഭിക്കട്ടെ പരിശുദ്ധാത്മാവേ സ്വർഗത്തിന്റെ ആത്മാവേ ദൈവത്തിന്റെ ആത്മാവേ നിരാശയിൽ കഴിയുന്ന മക്കളുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് ഒരു പുത്തൻ അഭിഷേകം കൊടുക്കട്ടെ പരിശുദ്ധാത്മാവേ വിളിച്ചോ വിളിച്ചോ മക്കളെ ആത്മാവിനെ വിളിച്ചോ പരിശുദ്ധാത്മാവിനെ വിളിച്ചോ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വിളിച്ചോ കരങ്ങൾ ഉയർത്തി വിളിച്ചോ കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് വിളിച്ചു ഒരു പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ ശെഖേനാ ശുശ്രൂഷയോട് ചേർന്ന് അറിയപ്പെട്ടവര് ഈ ടെലിവിഷൻ ശുശ്രൂഷയിലെ ശുശ്രൂഷകരോട് ചേർന്ന് അഭിവന്യ മെത്രാന്മാരോട് ചേർന്ന് വൈദികരോട് ചേർന്ന് ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ റിയാ 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 കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മയക്കേണമേ നിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മയക്കേണമേ നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മയക്കേണമേ നിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും മയക്കേണമേ നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ എല്ലാ കുടുംബങ്ങളുടെ മേല് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ മരണ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ മക്കളുടെ മേല് പകർന്നിടണേ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തി പകർന്നിടണേ ശക്തി ലഭിക്കട്ടെ ശക്തി ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ഡെലിവറൻസ് ലഭിക്കട്ടെ എല്ലാ ദുർമരണങ്ങളും നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ ആത്മഹത്യ മൂലം കടന്നു വന്നിട്ടുള്ള എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറട്ടെ in the name of Jesus the name of my priesthood hallelujah 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 എല്ലാ തിന്മകളെ ബന്ധിക്കുന്നു എല്ലാ ഇരുട്ടിനെ ബന്ധിക്കുന്നു എല്ലാ ഇരുളിനെ ബന്ധിക്കുന്നു നിരാശകളെ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ബന്ധിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബഹിഷ്കരിക്കുന്നു ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ കരങ്ങൾ കൂപ്പി പിടിച്ചു മക്കളെ ശക്തി പകർന്നിടണേ നമ്മുടെ വീട് പറമ്പ് അതിന്റെ 4 അതിരുകളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോകത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തീ വർഷിക്കപ്പെട്ടതുപോലെ ആദിയിലെന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ
ബലം സഭയ്ക്ക് അധിക ബലം കൊടുക്കണേ. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ഇടവകയ്ക്ക് അധിക ബലം തരണമേ പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ വചന അഭിഷേകത്തില് പരിശുദ്ധാത്മാവിന് ഇന്ന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാർ വൈദികരോട്, എൻ്റെ സഹോദര വൈദികരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര വൈദികരെ, നിത്യജീവൻ്റെ സുവിശേഷം എന്ന ശുശ്രൂഷയിൽ സ്വർഗത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അച്ഛന്മാർ പറഞ്ഞു, അലോഷ്യസ് അച്ഛ, രാത്രി 9 മണി മുതൽ 10:30 മണി വരെയുള്ള ഈ ശുശ്രൂഷയിൽ വലിയ ദൈവശാസ്ത്രങ്ങൾ, വലിയ പ്രബോധനങ്ങൾ കൊണ്ടുവരല്ലേ? ഒരു പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അത് ആ സമയത്ത് അങ്ങോട്ട് ദഹിക്കാതിരുന്നാലോ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, നിനക്ക് സംസാരിക്കാനുള്ളത് സ്വർഗത്തിൻ്റെ അഭിഷേകം, സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലൂടെ എന്താണ് ഈ ഷെക്കേന ടെലിവിഷനിലൂടെ ലോകത്തിനോട് പറയാനുള്ളത്, പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. അങ്ങനെ നിത്യജീവൻ്റെ സുവിശേഷത്തെ ധ്യാനിച്ച് ഏകദേശം 21 പേജോളം അച്ഛൻ എഴുതിയെടുത്ത് അതെല്ലാം ഇന്നലെ രാത്രി ഒരു തവണ കൂടി വായിച്ചൊരുങ്ങി ഇന്ന് വെളുപ്പിന് 5 മണിക്ക് ഞാൻ അനുദിന വിശുദ്ധന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചു, ഇന്നത്തെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 20 രക്തസാക്ഷികളായിട്ടുള്ള കുറേ വ്യക്തികളുടെ തിരുനാളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധൻ്റെ, പ്ലാസിഡ് എന്ന് പേരുള്ള ഒരു വിശുദ്ധൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ രക്തസാക്ഷിത്വം വരിച്ച 118 പേരെയും ഓർക്കുന്ന അനുദിന വിശുദ്ധന്മാരുടെ പുസ്തകം ഞാൻ വായിച്ചു. ട്രോജൻ രാജാവിൻ്റെ കാലത്ത് സൈന്യാധിപനായിരുന്ന പ്ലാസിഡ് എന്ന വ്യക്തി അവിടെ ഒരു ദിവസം വനത്തിൽ പോയപ്പോൾ ഒരു മാനിനെ കണ്ടു. മാനിൻ്റെ കൊമ്പിനിടയിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന കർത്താവിനെ കണ്ടുമുട്ടി. അന്നു മുതൽ ആ സൈന്യാധിപൻ ക്രിസ്ത്യാനിയായി തീർന്നു. പക്ഷെ അനുദിന വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു യുദ്ധം ജയിച്ചു വന്നപ്പോൾ രാജാവ് ചക്രവർത്തി പറഞ്ഞു, ഇനി ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കാൻ. എന്നാൽ ഈ സൈന്യാധിപൻ പറഞ്ഞു, ഇല്ല, ഞാൻ സ്വർഗത്തിൻ്റെ രാജാവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ആയതിനാൽ എനിക്ക് നിന്നെ ആരാധിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ സെപ്റ്റംബർ 20 ഇന്നേ ദിവസത്തെ രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോൾ ഈ പ്ലാസിഡ് എന്ന ആ പഴയ സൈന്യാധിപനും 118 പേരെയും പിച്ചള കൊണ്ടുണ്ടാക്കിയ കാളരൂപത്തിനുള്ളിലാക്കി തീ കത്തിച്ച് ആ പിച്ചള ഉരുക്കി അവരെ കൊന്നു. അവർ കൊല്ലപ്പെടാനായിട്ട് ഈ പിച്ചള കാള കൊണ്ടുണ്ടാക്കിയ രൂപത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു മണവാളൻ കല്യാണം കഴിക്കാൻ പോകുമ്പോഴുള്ള സന്തോഷത്തോടു കൂടിയാണ് അവർ മരണത്തിൻ്റെ അടുത്തേക്ക് പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇന്നത്തെ രക്തസാക്ഷികളുടെ അനുസ്മരണ എന്നെ പെട്ടെന്ന് തന്നെ വേറൊരു രക്തസാക്ഷിത്വത്തിലേക്ക് കൊണ്ടുപോയി. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്വർഗത്തെ പ്രതി കുറെ ധീരരായ ആത്മാക്കള് ജീവൻ വെടിഞ്ഞതെന്നുകൂടി ചിന്തിച്ചിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. ഈ രക്തസാക്ഷിത്വ കഥ ഞാൻ വായിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട റോയി പാലാട്ടി CMI അച്ഛൻ 21-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ്
ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം അനുസ്മരിക്കുന്നത് ഓഗസ്റ്റ് 30 വിശുദ്ധ ഫെലിക്സിൻ്റെ രക്തസാക്ഷിത്വത്തെയാണ്. ഈ ഫെലിക്സിൻ്റെ രക്തസാക്ഷിത്വ സമയത്ത് അവിടെ വേറൊരു വലിയ അത്ഭുതം നടന്നു. അത്ഭുതം ഇതാണ്: ഈ ഫെലിക്സ് മരണഭയമില്ലാതെ വളരെ സന്തോഷത്തോടെ യേശുവിനെ പ്രതി, സ്വർഗത്തെ പ്രതി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടിരുന്നൊരു യുവാവ് നമ്മുടെ വത്തിക്കാനിൽ രക്തസാക്ഷികളുടെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ട പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്ന ഈ സംഭവത്തിൽ ഒരു യുവാവ്, അവൻ്റെ പേരറിയില്ല, അവൻ്റെ നാടറിയില്ല, അവൻ ആരാണെന്നറിയില്ല. പക്ഷെ ഫെലിക്സിനെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫെലിക്സിൻ്റെ മുഖത്ത് കണ്ട ആ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ആ നടപ്പ്, ആ മുഖത്ത് കണ്ട ശാന്തത, ആ ഒരു പ്രകാശം, ഈ പേരും സ്ഥലവും അറിയാത്ത ഈ യുവാവ് ചാടി വീണ് പറഞ്ഞു, ഈ ഫെലിക്സ് വിശ്വസിക്കുന്ന ആ സത്യത്തെ ഞാനും വിശ്വസിക്കുന്നു. ഉടനെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടയാളികള് ഈ ഫെലിക്സിന്റെ കൂടെ തന്നെ ആ യുവാവിനെയും കൊന്നുകളഞ്ഞു. രക്തസാക്ഷികളെ കുറിച്ചുള്ള വിവരണ പുസ്തകത്തില് പേരും നാളും ഒന്നറിയാത്ത ഈ വ്യക്തിക്ക് സഭ ഒരു പേര് കൊടുത്തു, അഡോക്ടെക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവൻ. ഈ കഥ എഴുതിയിട്ട്, ഈ സംഭവം വിവരിച്ചിട്ട് റോയി പാലാട്ടിയച്ചൻ നമ്മളെല്ലാവരെയും വേറൊരു സംഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാർട്ടിൻ മോസ്ഹാബിൻ്റെ ഒരു പുസ്തകമാണ് ദ 21st എ ജേർണി ഇൻ ടു ദ ലാൻഡ് ഓഫ് കോപ്റ്റിക് മാർട്ടേഴ്സ്. അതായത് കോപ്റ്റിക് സഭയിലെ രക്തസാക്ഷികളുടെ നാട്ടിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ദ 21st 21 പേരെന്ന് പറഞ്ഞ് ആ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് റോയി പാലാട്ടിയച്ചൻ തൻ്റെ ലേഖനം തുടരുകയാണ്. ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന ഈ മാർട്ടിൻ മോസ്ഹാബ് തൻ്റെ പുസ്തകത്തിൽ പറയുന്ന ആ സംഭവം നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വെള്ളം ഒഴുക്കിയതാണ്. ഞാൻ ഇത് കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അച്ഛൻ, ഞങ്ങളുടെ കോഴിക്കോട് രൂപതയിലെ ഫ്രാൻസൻ അച്ഛൻ, ഒരിക്കലും ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ വീഡിയോ കണ്ടോ? അങ്ങനെ ആ വീഡിയോ എന്നെ കാണിക്കുന്നത് ലിബിയ കടൽ തീരത്ത് 20 ക്രിസ്ത്യാനികളുടെ തല, കഴുത്ത് മതതീവ്രവാദികൾ, ഭീകരന്മാര് മുറിച്ച് അവിടെ നിന്നൊഴുകുന്ന ആ രക്തം ആ കടലിൽ പതിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വൈദികരോടൊപ്പം ചേർന്ന് ഞാനും അന്ന് കരഞ്ഞുപോയി. ഈ സംഭവമാണ് മാർട്ടിൻ മോസ്ഹാബ് വിവരിക്കുന്നത്. ലിബിയയുടെ കടൽ തീരത്ത് ഇതേപോലെ 20 പേരെ ഈ മതഭീകരന്മാര് കൊല്ലുമ്പോൾ ഇത് കണ്ടുകൊണ്ട്, അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഫെലിക്സിന്റെ രക്തസാക്ഷിത്വത്തിന്റെ സമയത്ത് നടന്ന ആ സ്വർഗത്തിന്റെ വലിയ അത്ഭുതം ഈ നൂറ്റാണ്ടിൽ ആവർത്തിച്ചുവെന്ന് മാർട്ടിൻ മോസ്ഹാബ് തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ 20 പേരുടെ കഴുത്ത് മുറിക്കുമ്പോൾ അവിടെ നിന്നിങ്ങനെ രക്തമൊഴുകി കടലിൽ മുഴുവൻ പതിക്കുമ്പോൾ
ഇത് കണ്ടുകൊണ്ട് ഖാനയിൽ നിന്നുള്ള ഒരു യുവാവ്, അവൻ്റെ പേരും സ്ഥലവും എന്നറിയില്ല, ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലിബിയയിലേക്ക് തൊഴിലന്വേഷിച്ച് വന്ന ഒരു കുടിയേറ്റക്കാരൻ യുവാവ്, അവൻ്റെ പേരും അറിയില്ല, അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനോട് തീവ്രവാദികൾ ചോദിച്ചു, നീയും ക്രിസ്ത്യാനിയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല. എങ്കില് നീ യേശുവിനെ ധിക്കരിച്ചിട്ട് ഈ 20 പേര് വിശ്വസിച്ച ആ സത്യത്തെ ധിക്കരിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഓടിക്കളയുക. പ്രിയപ്പെട്ടവരെ, ആ യുവാവ് അപ്പോൾ ആ മതഭീകരന്മാർക്ക് കൊടുക്കുന്ന ഉത്തരം ഇപ്രകാരമാണ്: ഈ മരിച്ചു കിടക്കുന്നവര് എൻ്റെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്തത്, ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിച്ചത്. എന്നിട്ട് പറയുകയാണ്, മരിക്കാൻ പോലും തയ്യാറാകുന്ന വിധത്തില് ഇവര് വിശ്വസിക്കുന്ന സ്വർഗം, ഇവര് വിശ്വസിക്കുന്ന ദൈവം ഇവർക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ ആ സ്വർഗത്തെ പ്രതി, ആ ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ ഞാനും തയ്യാറാണ്. എൻ്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം. ആ യുവാവ് പറയുക, അവർ നിലകൊണ്ട സത്യത്തിനായി ഞാനും മരിക്കാൻ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവ് സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മുൻപിലുള്ള മരണം എന്ന് പറയുന്നത് ഒരു മണവാളൻ കല്യാണം കഴിക്കാൻ പോകുന്ന അതേ സന്തോഷത്തോടെയാണ് അവൻ ആ മരണം വരിക്കുന്നത്. കാരണം അവൻ്റെ മുൻപിൽ സ്വർഗമുണ്ടെന്നുള്ള വലിയ ബോധ്യമാണ്. ഈ ബോധ്യമാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തന്നെ പീഡിപ്പിക്കാൻ പോകുന്നവരോട് പറയുകയാണ്, കാട്ടുമൃഗങ്ങളുടെ ഭക്ഷണമായി തീരാൻ നിങ്ങൾ എന്നെ അനുവദിക്ക്. സ്വർഗം മുന്നിലുണ്ട്, കർത്താവ് നൽകിയ വാഗ്ദാനം മുന്നിലുണ്ടെന്നുള്ള ബോധ്യം കിട്ടിയപ്പോൾ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ആ കാട്ടുമൃഗങ്ങളുടെ ഭക്ഷണമാകാൻ നിങ്ങൾ എന്നെ അനുവദിക്കൂ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഈശോയേ, എൻ്റെ കർത്താവേ. ഇതാണ് വിശുദ്ധ പൗലോസ് 2 തിമോത്തിക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ ലജ്ജിതരാകരുത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, സ്വർഗത്തിന് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ ലജ്ജിതരാകരുത്. അവൻ്റെ തടവുകാരനായി എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുചേരുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വചനം പറഞ്ഞിട്ട് നാം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ അതിർത്തികളോ, ഈ ലോകത്തിലെ സുഖങ്ങളോ, ഈ യുഗത്തിലെ രാജ്യത്വങ്ങളോ അധികാരങ്ങളോ എനിക്കൊരു പ്രയോജനവുമില്ല. നമ്മൾ പലപ്പോഴും കരുതും ഈ ലോകത്തിൽ നമ്മുടെ വസ്തുവകകളും സമ്പത്തും നമ്മൾ വെട്ടിപ്പിടിച്ചതെല്ലാം നമുക്ക് വലിയ പ്രയോജനമാണെന്ന്. എന്നാൽ സ്വർഗം കണ്ട, സ്വർഗത്തിലെ സ്വർഗോന്മുഖമായിട്ട് നിൽക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയാ, ഇവയൊന്നും എനിക്ക് പ്രയോജനമില്ല. ലോകത്തിൻ്റെ സകല സീമകളുടെ മേൽ ഭരണം നടത്തുന്നതിനേക്കാൾ എനിക്ക് നല്ലത് യേശുക്രിസ്തുവിൽ മരിക്കുകയാണ്. നമുക്ക് വേണ്ടി മരിച്ചവനെ ഞാൻ അന്വേഷിക്കുന്നു. അടുത്ത വചനമാണ് ഇമ്പോർട്ടൻ്റ്.
എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തവനെ, എനിക്ക് വേണ്ടി സ്വർഗം വാഗ്ദാനം ചെയ്തവനെ ഞാൻ അന്വേഷിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സംഭവത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. ഇത് ബോംബെയിൽ വെച്ച് നടന്ന യൂക്കറിസ്റ്റിക് കോൺഗ്രസ്സിൽ നടന്ന സംഭവം. ഞങ്ങളുടെ രൂപതയിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസഫ് വളണ്ടർ അച്ഛൻ ആ യൂക്കറിസ്റ്റിക് കോൺഗ്രസ്, പരിശുദ്ധ കുർബാനയുടെ ആ കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ പോയി. അദ്ദേഹം വന്ന് പങ്കുവെച്ചത്, എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, വലിയ സാക്ഷ്യമാണ് ആ യൂക്കറിസ്റ്റിക് കോൺഗ്രസ്സിൽ ഉണ്ടായത്. അതായത് ഒറീസയിലെ കണ്ടമഹാളിൽ ഭീകരന്മാരുടെ ആക്രമണത്താൽ, മതഭീകരരുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ വന്ന് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെയാണ്: ഈ മതഭീകരന്മാര് അവരുടെ ഭർത്താവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി മണ്ണെണ്ണ ഒഴിച്ച് ചവിട്ടി തീ കൊടുക്കുന്നതിനിടയിലും അയാൾ തൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കരുത്, സത്യത്തെ ഉപേക്ഷിക്കരുത്, സ്വർഗത്തെ നഷ്ടപ്പെടുത്തരുത്. എന്നിട്ട് ആ സഹോദരി അവിടെ ഉണ്ടായ കർദിനാൾമാരെയും അച്ഛന്മാരെയും അൽമായ പ്രമുഖരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കർദിനാൾമാരെ, ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, അൽമായരെ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന്, എൻ്റെ മക്കളെ പഠിപ്പിക്കാമെന്ന്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാമെന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, കർദിനാൾമാരെ, മെത്രാന്മാരെ, അൽമായ പ്രമുഖരെ, ഞങ്ങൾക്ക് വീട് വേണ്ട, എൻ്റെ മക്കളെ പഠിപ്പിക്കേണ്ട, എനിക്ക് വേണ്ടത് സ്വർഗത്തില് എൻ്റെ ഭർത്താവിനെ ധീരനായ ഒരു രക്തസാക്ഷിയായി പ്രഖ്യാപിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടില് വലിയ ധ്യാന കേന്ദ്രങ്ങളുണ്ട്, നമുക്ക് വലിയ വലിയ പള്ളികളുണ്ട്. ഇതൊന്നും കൈമുതലായിട്ടില്ലാത്ത ഒറീസയിലെ ആ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ക്രിസ്ത്യാനി തൻ്റെ ഭർത്താവ് മരിച്ചത് ആ ധീരതയോടെ ദൈവത്തിന് വേണ്ടി മരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ ഭർത്താവിനെ സഭയുടെ സ്വർഗത്തിൻ്റെ ഒരു രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചിന്തകളോടെ എന്തുകൊണ്ട് ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയില് ബ്രദർ സന്തോഷ് കരുമാത്രയോടും ടീമിനോടും ദൈവം വെളിപാടുകളിലൂടെ ആവശ്യപ്പെട്ടു ഈ ജീവന്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ? കാരണം മുമ്പെങ്ങുമില്ലാത്ത വിധത്തില് നമ്മെ മരണഭയം പിടികൂടിയിരിക്കുകയാണ്. കോവിഡ് മൂലം നമ്മൾ നനച്ചിരിക്കാത്ത സമയത്താണ് മരണം കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന പല കുടുംബങ്ങളില് ആ മരണത്തിന്റെ ദുഃഖം വിട്ടുപോയിട്ടില്ല. ഒട്ടും നനച്ചിരിക്കാതെ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ ഈ വചനം കേൾക്കുന്നുണ്ട്, മക്കള് നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട്, ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാര് വചനം കേൾക്കുന്നുണ്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരര് ഈ വചനം കേൾക്കുന്നുണ്ട്. ആര് ഞങ്ങളെ ആശ്വസിപ്പിക്കും? ആർക്ക് ഞങ്ങൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കും? ഞാൻ ഈ നിത്യജീവന്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് ഈ ഷെക്കേന ടെലിവിഷന്റെ കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് മുൻപ് കോഴിക്കോടുള്ള ഫിലിപ്പിനേരി ഹോളി റെഡീമർ പള്ളി ഇടവകയിൽപ്പെട്ട ഫിലിപ്പിനേരി കോൺവെന്റിലെ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാനൊരു പ്രാർത്ഥനാ സഹായം തേടുകയാണ്. ഞാൻ പറഞ്ഞു, എന്താണ് സിസ്റ്ററെ? അച്ഛാ, നമ്മുടെ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, ആ സിസ്റ്ററിൻ്റെ ആങ്ങളുടെ പേര് നെപ്പോളിയൻ എന്നാണ്. ആലപ്പുഴയിൽ ഓമനപ്പുഴ എന്ന സ്ഥലത്ത് കടൽ തീരത്ത്, കടലും പുഴയുമായിട്ട് ബന്ധപ്പെടുന്ന, അഴിയുമായിട്ട് ബന്ധപ്പെടുന്ന തീരത്ത് അച്ഛാ അവരുടെ 2 പൊന്നോമനകള് ഇന്നലെ കളിക്കാനായിട്ട് പോയി വെള്ളത്തിൽ വീണ് വളരെ ദാരുണമായിട്ട് മരണമടഞ്ഞച്ച. അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? ആ
നെപ്പോളിയൻ്റെ നെപ്പോളിയൻ്റെ ഭാര്യ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ദുബായിൽ വിദേശത്താണ്. ഇത് കേട്ടപാടെ ദുഃഖം സഹിക്കവയ്യാതെ ഭ്രാന്ത് പിടിച്ച് 7ാം നിലയിൽ നിന്ന് ചാടാനായിട്ട് പോയപ്പോൾ പോലീസുകാരുടെ സംരക്ഷണയിലാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, ഈ കുഞ്ഞുങ്ങളുടെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾ മരിച്ച ആഴിയിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി ഓടുന്നു. നാട്ടുകാർ ബന്ധുക്കളൊക്കെ ഉണർന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, ആ സഹോദരങ്ങൾക്ക്, ആ നെപ്പോളിയന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഇതേപോലെ മരണഭയത്തിൽ കഴിയുന്നവർക്ക് എന്ത് ആശ്വാസമാണ് കൊടുക്കാൻ സാധിക്കുക? ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ അവർ വചനം കേട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ഷെക്കേന ടെലിവിഷന്റെ യൂട്യൂബ് അന്വേഷിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന വചന പ്രഘോഷണം ഒരുപക്ഷെ ആ മക്കളെ ആശ്വസിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ മരണത്തെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്നവര്, മരണം മൂലം ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് ധ്യാനിക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ധ്യാനിച്ച ഒരു കുഞ്ഞു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. ഒരിടത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇയാളിങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ആര് എന്നെ രക്ഷിക്കും? ഈ മരണത്തിൽ നിന്ന് ആർക്കെന്നെ രക്ഷിക്കാൻ സാധിക്കും? പെട്ടെന്ന് അയാൾ തൻ്റെ 3 സുഹൃത്തുക്കളെ കുറിച്ച് ഓർക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരാ, നിന്നെ മറക്കാൻ എനിക്കാവുമോ? നിന്റെ വീഴ്ചയിലും ഉയർച്ചയിലും ഞാനുണ്ട്. ആര് നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനുണ്ട് നിന്നോടൊപ്പം. നിന്റെ കഷ്ടതയിലും നിന്റെ കഷ്ടതയുടെ ഇരുട്ടില് നിലാവ് പോലെ നിന്നെ ഞാൻ പിന്തുടരും. അതുകൊണ്ട് അത് ഓർത്ത ഈ ഹതഭാഗ്യനായ മനുഷ്യൻ നേരെ ആ ഒന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുക. ചാവറ അച്ഛൻ പറയുകയാണ്, ഈ ഹതഭാഗ്യനായ മനുഷ്യൻ ആ ഒന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാവോ? ഒന്ന് നോക്കാൻ പോലും മെനക്കെടാതെ ഒന്നാമത്തെ കൂട്ടുകാരൻ ഓടിക്കളഞ്ഞു. മരണത്തിൽ നേരെ നോക്കുമ്പോൾ ഈ ഒന്നാമത്തെ കൂട്ടുകാരൻ ഓടിക്കളഞ്ഞു. അതുകൊണ്ട് ഇയാൾ രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ അടുത്ത് ചെല്ലുകയാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ നല്ലവനാണ് എന്നാണ് കരുതിയത്. കൂട്ടുകാരനെ കണ്ടപ്പോൾ തന്നെ മട്ടുപ്പാവിൽ നിന്ന് താഴെ ഇറങ്ങി കൂട്ടുകാരനോടൊപ്പം ഇരുന്ന് സങ്കടങ്ങളൊക്കെ കേട്ട് അവൻ്റെ കണ്ണീരൊപ്പാൻ ഒരു ടവലൊക്കെ കൊടുത്ത് അവനോട് പറഞ്ഞ്, കണ്ണീരൊക്കെ ഒപ്പ് മോനെ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കൂട്ടുകാരാ, നീതാ മരണത്തെ നേരിട്ട് കാണുകയല്ലേ. എന്നിട്ട് പറയുക, എൻ്റെ സ്നേഹിത, എനിക്ക് വളരെ ദുഃഖമുണ്ട്, പക്ഷേ നിന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. എന്നിട്ട് ഈ കൂട്ടുകാരൻ അവനെ ഗേറ്റ് വരെ അനുഗമിച്ചു. എന്നിട്ട് അവിടെ നിന്നു. അതുകൊണ്ട് ഈ 2 കൂട്ടുകാരും കൈയൊഴിഞ്ഞത് കൊണ്ട് ഈ ഹതഭാഗ്യനായ മരണശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തി മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അയാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഒരുമിച്ചിരുന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു. നിന്നെ രാജാവ് മരണശിക്ഷയ്ക്ക് വിധിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ നിന്റെ കൂടെ മരണത്തിനപ്പുറം വരാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഈ മനുഷ്യൻ നിരാശപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ദുഃഖിതനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് 4ാമത്തെ ഒരാൾ അവിടെ വരികയാണ്. അയാൾ ചോദിച്ചു, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നീ എന്തിനാണ് കരയുന്നത്? എന്താണ് നിന്റെ സങ്കടം? അയാൾ പറഞ്ഞു, രാജാവ് എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു, ആരെന്നെ രക്ഷിക്കും? അതോർത്ത് ഞാൻ കരയുകയാണ്. ഉടനെ 4ാമത്തെ ആൾ പറഞ്ഞു, അതാണോ കാര്യം? നീ വിഷമിക്കേണ്ട, രാജാവ് നിന്നെ വധിച്ചാലും നിന്റെ ജീവൻ തിരിച്ചു തരാൻ എനിക്ക് സാധിക്കും. ഞാൻ മരണത്തെ ജയിച്ചവനാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഈ 4 വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി ലോകം. പ്രതാപകാലത്ത് കൂട്ടുചേരുകയും ദോഷകാലത്ത് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ലോകം.
പ്രതാപകാലത്ത് വീടും കാറും വാഹനങ്ങളും എല്ലാം ഉണ്ടാകും. ദോഷകാലത്ത് അതൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തേത്, ജനനം മുതൽ നമ്മെ അനുഗമിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികളാണ്. നമ്മുടെ കൂടെ ഇരുന്ന് കരയുന്നു, ടവല് തരുന്നു. പക്ഷെ അവർക്ക് മരണത്തിനപ്പുറം നമ്മളെ അനുഗമിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ ആള് നമ്മുടെ ശരീരമാണ്. മരണത്തിൻ്റെ അവസാന നിമിഷം വരെ അനുഗമിക്കും, അവസാനം നമ്മെ ഉപേക്ഷിക്കുമെന്ന് ചാവറച്ചൻ പറയാം. ഇനി നാലാമത്തെ ആളോ, അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. എല്ലാവരും കൈവിട്ടവനെ തേടിയെത്തുന്നവനാണ് നാലാമൻ. ചാവറച്ചൻ പറയാ, മരണത്തെ തോൽപ്പിച്ച യേശുവിന് മാത്രമാണ് ജീവൻ നൽകാൻ കഴിയുന്നത്. മരണത്തിന് ശേഷവും നിന്നെ അനുഗമിക്കാൻ സാധിക്കുന്നത് യേശുവിനാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 11 വരെ ഗബ്രിയേൽ മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി ഈശോ ജനിച്ചിരിക്കുന്നു. അല്ല, മരണഭയത്തിൽ കഴിയുന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്കെല്ലാം പ്രകാശമായിട്ട്, ആശ്വാസമായിട്ട്, സ്വർഗമായിട്ട് കർത്താവായി ഈശോയെ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുകയാണ്. അതോടൊപ്പം തന്നെ റോമ 10:9 മുതൽ 10 വരെയുള്ള വചനത്തിൽ ചാവറച്ചൻ ആ വചനമെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകിയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വചനാഭിഷേകം ഈ കഥകളിലൂടെ കടന്നു വേണം കത്തോലിക്ക സഭയുടെ സ്വർഗ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൻ്റെ പ്രബോധനങ്ങളിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറയുന്നത് നമ്മുടെ മതബോധന ഗ്രന്ഥമാണ്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അവിടെ അതിൻ്റെ 2-ാമത്തെ അധ്യായം യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന അധ്യായത്തിൽ ഖണ്ഡിക 2 ഇങ്ങനെ അതിൻ്റെ 2-ാമത്തെ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, 3-ാം ദിവസം അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തു. ആ അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സ്വർഗം പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രത്യാശ, നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 2 പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ 1-ാമത്തെ പ്രബോധനം അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 32 മുതൽ 32 മുതൽ 33 വരെയുള്ള വചനമാണ്. 13-ാം അധ്യായം 32 മുതൽ 33 വരെ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം ഇതാണ്, പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട്, അതായത് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ദൈവം അവരുടെ മക്കളായ നമുക്ക് നൽകിയിരിക്കുന്നു. യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട്, അതാണ് ഏറ്റവും വലിയ വാഗ്ദാനം. അവിടെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടു, അത് നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിലെ ഈ പ്രബോധനം എടുത്ത് കാണിച്ചുകൊണ്ട് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുക. 2-ാമത്തെ ഈ അധ്യായത്തിലെ ഖണ്ഡിക 2 2-ാമത്തെ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നത് ആദിമ ക്രൈസ്തവ സഭയുടെ ആദ്യ നൂറ്റാണ്ടിലെ ആരാധനക്രമം എടുത്തുകൊണ്ടാണ്. ബൈസാന്റിയൻ ലിറ്റർജി, ആ ലിറ്റർജി നമ്മളെ പഠിപ്പിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു. പവർ ആരാധനക്രമം ആദിമ ക്രൈസ്തവ സഭയിലെ ആരാധനക്രമത്തിൽ, ആരാധന ലിറ്റർജിയിൽ പഠിപ്പിക്കുക, ബൈസാന്റിയൻ ലിറ്റർജിയിൽ പഠിപ്പിക്കുക, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു. തൻ്റെ മരണത്തിലൂടെ മരണത്തെ കീഴടക്കി. നമുക്കെല്ലാവരും നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാ. 3-ാമത്തേതാണ്, മരിച്ചവർക്ക് അവിടുന്ന് ജീവൻ കൊടുത്തു, സ്വർഗം കൊടുത്തു എന്ന് ബൈസാന്റിയൻ ലിറ്റർജിയിലെ വചനങ്ങൾ എടുത്തുകൊണ്ട് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ, അതിൽ 2-ാം ഖണ്ഡിക എന്ന് പറയുന്ന അതിൽ ആ ഒരു അധ്യായത്തിൽ
രണ്ട് പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുക. സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഒരു പഠനം ഈ മതബോധന ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിലിങ്ങനെ പഠിപ്പിക്കാം: ക്രിസ്തു സ്വർഗത്തിന്റെ കർത്താവാണ്. ആമേൻ. എൻ്റെ ഈശോയെ, ക്രിസ്തു നിത്യജീവന്റെ കർത്താവാണ്. മനുഷ്യരുടെ പ്രവൃത്തികളെയും ഹൃദയങ്ങളെയും അന്തിമമായി വിധിക്കാനുള്ള പൂർണ്ണ അവകാശം ലോകത്തിന്റെ രക്ഷകൻ എന്ന നിലയിൽ കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് സ്വർഗം കൊടുക്കണമോ സ്വർഗം കൊടുക്കേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം കർത്താവിന് പിതാവ് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഈ അവകാശം ക്രിസ്തു എങ്ങനെയാണ് നേടിയെടുത്തതെന്ന് കൂടി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു നേടിയെടുത്തത് തൻ്റെ കുരിശുമരണത്തിലൂടെയാണ്. കുരിശിൽ തൂങ്ങിക്കിടന്ന് തൻ്റെ ചങ്ക് കുത്തി തുറന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ഈ ലോകത്തെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. അങ്ങനെ കുരിശുമരണത്തിലൂടെയാണ് കർത്താവ് നമുക്ക് സ്വർഗം നേടിത്തന്നതെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഒരു വചനം കൂടി പറയുന്നുണ്ട്: പുത്രൻ വിധിക്കാനല്ല, പിന്നെ രക്ഷിക്കാനും തന്നിൽ തന്നെയുള്ള ജീവൻ നൽകാനാണ് വന്നത്. അതായത് ഒരാളും നരകത്തിൽ പോകാൻ ദൈവം മുൻകൂട്ടി വിധിച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ, വിളിച്ച യേശുവേ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ. അതായത് ദൈവം ഒരാളെയും നരകത്തിൽ പോകാൻ മുൻകൂട്ടി വിധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ അഭിഷേകം, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന വരങ്ങള് വേണമെങ്കിൽ ഒരു മനുഷ്യൻ നിരസിക്കുമ്പോൾ, ബോധപൂർവം അവൻ നിരസിക്കുമ്പോൾ അവൻ തന്നെ വിധിക്കുകയാണ്. അത് സ്വർഗത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങള് നാം നിഷേധിക്കുമ്പോൾ ദൈവമല്ല വിധിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിക്കുകയാണ്. കാരണം നമ്മൾ തന്നെ വിധി നടപ്പാക്കുകയാണ്. കാരണം നാം ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന കൃപകളെ നാം നിഷേധിക്കുന്നു. തൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായിട്ട് അവന് ലഭിക്കുന്നു. അപ്പോൾ ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്വർഗം അവന് ലഭിക്കുന്നുവെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുക. സ്നേഹത്തിൻ്റെ ആത്മാവിനെ നിരസിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ എന്നേക്കുമായിട്ട് സ്വർഗം നഷ്ടപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കും. അതായത് എന്താണ്? സ്നേഹത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, സ്വർഗീയ വെളിപാടുകളെ, ദൈവിക നിയമങ്ങളുടെ മുൻപിൽ മുഖം തിരിച്ച് നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നത് നിനക്ക് തിരഞ്ഞെടുക്കുക, ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഒരു പെരുമ്പട ശ്രീധരൻ എഴുതിയ അതിമനോഹരമായൊരു കഥയുണ്ടല്ലോ, സമയം. അതായത് ഒരു മനുഷ്യൻ സമയം അന്വേഷിക്കുക. കണ്ണിൽ കണ്ടവരോടൊക്കെ ചോദിച്ചു, അല്ല സഹോദര സമയം എത്രയായി? അയാൾ പറഞ്ഞു 5:10. വേറെ ആൾ ചോദിച്ചു സമയം എത്രയായി? 5:15. അപ്പം ഇയാളാകെ അസ്വസ്ഥനാണ്. കാരണം ചോദിക്കുന്നവരല്ല, വ്യത്യസ്തമായ സമയങ്ങളാണ് പറയണത്. അതുകൊണ്ട് ഇയാൾ തൻ്റെ കാമുകിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എടി നീ പറയ് സമയം എത്രയായി? അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വാച്ച് കടയിൽ പോയിട്ട് സമയം നോക്ക്. ഇയാൾ വാച്ച് കടയിലേക്ക് ചെല്ലുമ്പോൾ, ആ ക്ലോക്ക് നന്നാക്കുന്ന കടയിൽ ചെല്ലുമ്പോൾ, അവിടെ ആ വാച്ച് കടയുടെ ക്ലോക്കിൽ ചത്ത ക്ലോക്കുകളൊക്കെ തൂക്കിയിട്ടുണ്ട്, ഫങ്ഷൻ ആകാത്ത ക്ലോക്കുകൾ. അതിലെല്ലാം വ്യത്യസ്തമായ സമയങ്ങൾ. വേറൊരു മതിലാണെങ്കിൽ അന്താരാഷ്ട്ര സമയങ്ങൾ. ഇയാൾ അത്ഭുതപ്പെട്ട് വ്യത്യസ്തമായ സമയങ്ങൾ. ഇയാൾ അവസാനം വാച്ച് കടക്കാരനോട് ചോദിച്ചു, സഹോദര സമയം എത്രയായി? വാച്ച് കടക്കാരൻ പറയാ, ഒരുവൻ തിരഞ്ഞെടുക്കുന്നതാണ് അവൻ്റെ സമയം. ഇവിടെ നാം യഥാർത്ഥത്തിൽ
നമ്മുടെ കയ്യിലെ വാച്ചിലോ ക്ലോക്കിലോ ഉള്ള സമയമല്ല പ്രിയപ്പെട്ടവർ അന്വേഷിക്കുന്നത്. നാം യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യരക്ഷയുടെ സ്വർഗത്തിൻ്റെ സമയമാണ് നാം അന്വേഷിക്കുന്നത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാരഗ്രാഫിൻ്റെ അവസാനം ഒരിക്കൽ കൂടെ ഇവിടെ നാം ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈ ജീവിതത്തിൽ ഒരാൾ കൃപാവരം നിരസിക്കുമ്പോൾ അയാൾ തന്നെ വിധിക്കുന്നു. അത് ഒരാൾ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുക. അപ്പോൾ അയാൾ ജീവിതത്തിൽ കൃപാവരങ്ങളെ നിരസിക്കുമ്പോൾ തന്നെ വിധിക്കുന്നു. തൻ്റെ പ്രവർത്തനങ്ങൾക്കനുസൃതമായി അവന് ലഭിക്കുന്നു. തൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് സ്വർഗം ലഭിക്കുന്നു. ദുഷ്ടപ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ട് സ്വർഗം അയാൾ നഷ്ടപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിനെ നിരസിച്ചുകൊണ്ട് സ്വർഗത്തെ നമുക്ക് നഷ്ടപ്പെടുത്താനും സാധിക്കും. അപ്പം അത് ഒരാൾ തിരഞ്ഞെടുക്കുന്നതാണ് സ്വർഗത്തിൻ്റെ സമയമെന്ന് നമുക്ക് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കാം. നിന്റെ രക്ഷയുടെ സമയം നിനക്ക് തിരഞ്ഞെടുക്കാനും ഉപേക്ഷിക്കാനും സാധിക്കും. നമ്മുടെ മതബോധന ഗ്രന്ഥം ആ പാരഗ്രാഫിൻ്റെ അത് സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: മഹത്വപൂർണനായ ക്രിസ്തു ജീവിക്കുന്നവരെ വിധിക്കാൻ സമയത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അവിടുന്ന് ഹൃദയങ്ങളുടെ നിഗൂഢ ഭാവങ്ങളെ വെളിപ്പെടുത്തും. നമ്മളോർക്കും ആരും കാണാതെ നമുക്ക് പറയാം. പക്ഷെ വിധി വരുമ്പോൾ സ്വർഗം നമ്മുടെ മുൻപിൽ സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ നിഗൂഢതകളൊക്കെ വെളിപ്പെടും. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തിക്കനുസൃതമായി കൃപാവരത്തിൻ്റെ സ്വീകരണത്തിനോ തിരസ്കരണത്തിനോ അനുസൃതമായി പ്രതിഫലം ലഭിക്കുമെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുക. സ്വർഗത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു നിർവചനം നമ്മൾ ഈ അവസരത്തിൽ ധ്യാനിക്കുന്ന നല്ലതാണ്. ഇത് നമുക്ക് നൽകുന്നത് വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുക, ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതാണ് ജീവിതം. പവർ എൻ്റെ ഈശോയെ, ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക. കാരണം ക്രിസ്തു എവിടെയോ അവിടെയാണ് സ്വർഗം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിന്റെ വീട്ടില് ക്രിസ്തുവിനെ കൊണ്ടുവരിക, നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കൊണ്ടുവരിക. അവിടെ പാപം പ്രബലപ്പെടില്ല, അവിടെ ചെകുത്താൻ പ്രബലപ്പെടില്ല, അവിടെ ദുഷ്ടത പ്രബലപ്പെടില്ല. അപ്പോൾ നീ സ്വർഗത്തിന് അവകാശിയായി തീരും. അപ്പോൾ നീ മരണത്തെ ഭയപ്പെടേണ്ട. ഈ മരണമല്ല നിന്റെ അവസാനം. നാം ചിന്തിക്കും മരണമാണല്ലോ അവസാനം എന്നോർത്ത് നാം ദുഃഖിക്കും. വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുക, സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്നത്. ക്രിസ്തു എവിടെയോ അവിടെയാണ് സ്വർഗം. ആയതിനാൽ നീ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അതായത് സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈശോയേ, വിളിച്ച മക്കളെ ഈശോയേ, ഭവനത്തിലേക്ക് വിളിച്ച ഈശോയേ, സ്വർഗം വീട്ടിലേക്ക് ഇറങ്ങി വരാൻ വിളിച്ച ഈശോയേ. റോമ 10:13 എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ, വേറെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗം അവർക്ക് ലഭിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സെൻറ്റേഡ്, ജീസസ് സെൻറ്റേഡ്, ഈശോയെ എന്നൊരൊറ്റ വിളിക്കുമ്പോൾ ഈശോയുടെ ശക്തിയും സാന്നിധ്യവും നമുക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ഭയങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുമാറും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് മതബോധന ഗ്രന്ഥം തന്നെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ആ ധ്യാനം ഒന്ന് കൊണ്ടുചെല്ലാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ പേര് നമുക്കറിയാം, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ 12-ാമത്തെ ഭാഗം അറിയപ്പെടുന്നത് വകുപ്പ് 12 എന്നാണ്. അതിൻ്റെ ഹെഡിങ് ഇതാണ്, നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുക,
തൻ്റെ മരണത്തെ, അതായത് നമ്മുടെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവർ മരണത്തെ കാണുന്നത് യേശുവിലേക്കുള്ള ആഗമനവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ്. എന്താ വെരി പവർഫുൾ ടീച്ചിങ് ആണ്. കത്തോലിക്ക സഭയുടെ ആ വലിയ അഭിഷേകമാണ് നമ്മുടെ മതബോധന ഗ്രന്ഥം. പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുക. അതായത് തൻ്റെ മരണം യേശുവിൻ്റെ മരണമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവർ മരണത്തെ കാണുന്നത് യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവനിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ്. മരണത്തോടടുക്കുന്ന ക്രൈസ്തവന് സഭ നൽകുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. ഒരാളിപ്പോൾ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് രോഗശാന്തി പ്രാർത്ഥന, അതായത് രോഗി ലേപനം കൊടുക്കും. പണ്ട് നമ്മൾ അന്ത്യകുദാശ എന്ന് പറയുന്ന ആ പ്രാർത്ഥന നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രാർത്ഥന ശരിക്കും സ്വർഗത്തിൻ്റെ നല്ലൊരു നിർവചനമാണ്. ഇതാ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിന്നെ സൃഷ്ടിച്ച, അതായത് മരണാസന്നനായി പെട്ടെന്ന് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്വർഗത്തിൻ്റെ നിർവചനം ആ പ്രാർത്ഥനയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഇങ്ങനെയാ: നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ലോകത്ത് നിന്ന് അല്ലയോ ക്രൈസ്തവ ആത്മാവേ മുന്നോട്ട് പോകുക. എങ്ങോട്ട് മുന്നോട്ട് പോകാനാ? സ്വർഗത്തിലേക്ക് പോകാൻ. പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ക്രൈസ്തവ ആത്മാവേ നീ മരണത്തിൽ നിന്ന് മുന്നോട്ട് പോകുക, സ്വർഗത്തിലേക്ക്. വീണ്ടും പറയുക: നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ചവനും സജീവനായ ദൈവത്തിൻ്റെ പുത്രനുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്റെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസ്തനായ ക്രൈസ്തവ ആത്മാവേ നീ മുന്നോട്ട് പോവുക. നീ ഭയപ്പെടേണ്ട. ധാരാ മരണാസന്നനോട് നടത്തുന്ന പ്രാർത്ഥനയാ. മരണാസന്നനോട് കത്തോലിക്ക സഭ പറഞ്ഞു കൊടുക്കുന്നതാ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ മരണത്തിനപ്പുറത്തേക്ക് പോവുക, സ്വർഗത്തിലേക്ക് പോകുക. വീണ്ടും പറയാ: നീ ഇന്ന് സമാധാനത്തിൽ വസിക്കട്ടെ. പവർ എൻ്റെ ഈശോയെ, ഗ്ലോറിയ, ഹല്ലേലൂയ. നീ സമാധാനത്തിൽ വസിക്കട്ടെ. നിന്റെ ഭവനം ദൈവത്തോടുകൂടി വിശുദ്ധ സിയോനിലാകട്ടെ. സിയോനെ കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഈ സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയെ സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. നിന്റെ ഭവനം യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഭവനമല്ല, സ്വർഗീയ ജെറുസലേമാണ്, സ്വർഗീയ സിയോനാണെന്ന് പഠിപ്പിക്കുക. പിന്നെ തീർന്നില്ല. ദൈവത്തിൻ്റെ മാതാവായ കന്യകാമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ ഭൂമിയിലെ പൊടിയിൽ നിന്ന് നിന്നെ തെരഞ്ഞെടുത്ത നിന്റെ സൃഷ്ടാവിലേക്ക് നീ തിരിച്ചു പോകുക. നീ ഒറ്റക്കല്ല. കത്തോലിക്ക സഭ ഒറ്റക്കല്ല. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ വിശുദ്ധരുടെ കൂട്ടായ്മയാണ്, സ്വർഗവാസികളുടെ കൂട്ടായ്മയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളി സ്വർഗത്തിലേക്കുള്ള ദൈവവിളിയാണ്, ആ കൂട്ടായ്മയിലേക്കുള്ളതാണ്. അതുകൊണ്ടാണ് അന്ത്യകൂദാശ എന്ന് പണ്ട് പറഞ്ഞിരുന്ന രോഗിലേപന കൂദാശിൽ ശുശ്രൂഷയിൽ മാതാവിനോടും വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് വിശ്വസ്തനായ ക്രൈസ്തവ ആത്മാവെ മരണത്തെ അതിജീവിച്ചുകൊണ്ട്, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് നീ ആ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ. പിന്നെ എന്തിനാണ് നാം അസ്വസ്ഥരാകുന്നത്? പിന്നെ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നാം മരണത്തെ ഓർത്ത് നിലവിളിക്കുന്നത്? പ്രിയപ്പെട്ടവരുടെ മരണത്തെ ഓർത്ത് നാം വിഷമിക്കുന്നത്? ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. God will never, never, never commit mistake. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. പ്രിയപ്പെട്ടവർ, ആ പ്രാർത്ഥനയുടെ അവസാനം നീ ലോകത്തു നിന്ന് തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവും മാലാഖമാരും വിശുദ്ധരും നിന്നെ കണ്ടുമുട്ടാൻ ഇടവരുമാറാട്ടെ. അതായത് നിന്റെ ദൈവം മരിച്ചവരുടെ ദൈവം അല്ല എന്നാണ് അതിനർത്ഥം. നിന്റെ ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോവിൻ്റെ ദൈവമേ എന്നാണ് പുതിയ നിയമം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മരിച്ചവരുടെ ദൈവമെന്നല്ല, ജീവിച്ചിരിക്കുന്നവരുടെ സ്വർഗത്തിൻ്റെ അതിനാഥനായ ദൈവമാണ് നിന്റെ ദൈവമെന്നാണ്
കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ സുവിശേഷ ശുശ്രൂഷ നമ്മളെ നയിക്കുമ്പോൾ ഒരു പഠനം കൂടി, രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് ബെനഡിക്റ്റ് പാപ്പ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാൻ നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തോട് ഐക്യപ്പെടുവാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തോട് ഐക്യപ്പെടുവാൻ സാധിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തേത്, ദൈവത്തിനെതിരെയോ നമ്മുടെ അയൽക്കാർക്കെതിരെയോ നമുക്ക് തന്നെ എതിരായോ നമ്മുടെ ഗൗരവതരമായ പാപം ചെയ്താലും നമുക്ക് ദൈവരാജ്യം, സ്വർഗത്തെ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നും നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബെനഡിക്റ്റ് പാപ്പയുടെ വലിയൊരു പ്രബോധനം, സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രബോധനമുണ്ട്. സ്പേ സാൽവി എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ, അതായത് പ്രത്യാശ രക്ഷിക്കുമെന്ന സ്പേ സാൽവി എന്ന ആ അപ്പോസ്തലിക പ്രബോധനത്തിൽ പൗരാണിക റോമക്കാരുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അതായത് പൗരാണിക റോമക്കാര് അവിടെ 18,000 ലിഖിതങ്ങൾ, ശിലാലിഖിതങ്ങളുണ്ട്. അതില് 4ാമത്തെ വാല്യത്തില് ശിലാലിഖിതം ഇങ്ങനെ എഴുതിയിരിക്കുക: ഹൗ ക്വിക്ലി വി ഫോൾ ബാക്ക് ഫ്രം നത്തിങ് ടു നത്തിങ്. ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് എത്ര വേഗമാണ് നാം വീണു പോകുന്നത്. അത് റോമാക്കാർ എഴുതിയതാ, ക്രിസ്തു മതത്തിന് മുൻപ്. ബെനഡിക്റ്റ് പാപ്പ ഈ ഭാഗം എടുത്തുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് അവരങ്ങനെ എഴുതാൻ കാരണം? കാരണം കത്തോലിക്ക സഭ വരുന്നതിന് മുൻപ് പൗരാണിക റോമാക്കാർക്ക് അവർക്ക് ആയിരക്കണക്കിന് ദൈവം ഉണ്ടായിരുന്നു, ദേവന്മാർ, അവർക്ക് മതമുണ്ടായിരുന്നു. ബെനഡിക്റ്റ് പാപ്പ പറയാ, പക്ഷേ അവരാരും സ്വർഗം വാഗ്ദാനം ചെയ്തില്ല. അതുകൊണ്ടാണ് അവരുടെ തത്വങ്ങളെല്ലാം ശൂന്യതയിൽ നിന്ന് ശൂന്യതയിൽ. കാരണം മരണത്തിനപ്പുറം ഒന്നും കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഫ്രാൻസിസ് പാപ്പ ഇവിടെ നടത്തുന്ന പ്രബോധനം ഇതാണ്: എന്നാൽ ദേവന്മാരുടെ വലിയൊരു നിരയുണ്ടായിട്ടും അവർ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ശൂന്യതയെക്കുറിച്ച് സംസാരിച്ചു. കാരണം പ്രത്യാശയില്ലാത്തത് കൊണ്ട് ഇരുണ്ട ഭാവിയിൽ അവർ ജീവിക്കുന്നു. എന്നിട്ട് സ്പേസ് സാൽവിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: യേശുവിൻ്റെ ഉത്ഥാനം നിനക്കുണ്ടാക്കുന്ന ലാഭം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു, ആയിക്കോട്ടെ, അതിന് നിനക്കെന്ത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബെനഡിക്റ്റ് പാപ്പ 2-3 ദൈവവചനങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് പൗലോസ്ലീഹായുടെ തത്വചിന്തയാണ്. നമ്മുടെ പൗരത്വം, ഒരു ക്രിസ്ത്യാനിയുടെ പൗരത്വം പൗരാണിക മതത്തിൻ്റെ ദേവന്മാരുടെ തത്വചിന്തയല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വിശുദ്ധ പൗലോസ് കത്തോലിക്ക സഭയെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്തേത് വിശുദ്ധ പത്രോസ് 1 പത്രോസ് 1:4 അക്ഷയവും കളങ്കരഹിതവും ഒഴിമങ്ങാത്തതുമായ അവകാശം, അത് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന അച്ഛൻ എഴുതിയ ആ വചനം ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ 1 പത്രോസ് 1:4 സ്വർഗത്തെക്കുറിച്ച് വിശുദ്ധവും കളങ്കരഹിതവുമായ നമ്മുടെ ആ സ്വർഗം, നാം എത്തിച്ചേരേണ്ട ആ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേത് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ എസ്തഫാനോസ് തൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സമയത്ത് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 55-ാം വാക്യം: എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. സ്പേസ് സാൽവിയിൽ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ബെനഡിക്റ്റ് പാപ്പ നമ്മെ നയിക്കുന്നത് ശൂന്യതയുടെ ദൈവശാസ്ത്രമല്ല നമ്മുടേത്, പ്രത്യാശയുടെ
സ്വർഗം ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനമാണ് കത്തോലിക്ക സഭ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3:1-2 വരെ. ഉദ്ധിതനായ ഈശോ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാണെങ്കിൽ ക്രൈസ്തവർ ഭൂമിയിലുള്ളവയെ അല്ല, ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കണം. പ്രൈസ് ദ ലോർഡ്. ആ ധീരരായ രക്തസാക്ഷികളുടെ കഥ പറഞ്ഞില്ലേ? ഒരു മണവാളൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു മണവാളനെ പോലെ മരണം കൈവരിക്കാനായിട്ട് മുന്നോട്ട് പോയ കഥ പറഞ്ഞില്ലേ? അതാണ് ഒരു ക്രൈസ്തവന്റെ ആത്മവിശ്വാസം, ഒരു ക്രൈസ്തവന്റെ ധൈര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷെക്കേന മിനിസ്ട്രിയിൽ ദൈവം വെളിപാടുകളിലൂടെ ഈ കാലഘട്ടത്തിൽ നിരാശയിലും സങ്കടങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന മക്കള്, പ്രിയപ്പെട്ടവരുടെ മരണം മൂലം, പെട്ടെന്നുണ്ടായ മരണങ്ങൾ മൂലം വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദൈവം കൊടുത്ത വെളിപാടുകൾ എന്തിനാണെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആശ്വസിപ്പിക്കാനാണ്, നമ്മളെ ധൈര്യപ്പെടുത്തുവാനാണ്. സ്വർഗോന്മുഖമായിട്ടുള്ള വലിയ അഭിഷേകം, ഈ വചന അഭിഷേകത്തിൽ നിത്യജീവൻ്റെ സുവിശേഷ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭവനം മുഴുവൻ സ്വർഗം വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരൊക്കെ നമുക്ക് തുടച്ച് യേശുക്രിസ്തുവിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാം, അധരം കൊണ്ട് നമുക്ക് ഏറ്റുപറയാം, നാമും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കവാടം തുറക്കും രക്ഷാകരവോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും കൃപയും തരേണം. മോക്ഷകവാടം തുറക്കും രക്ഷാകരവോസ്തിയേ, ശത്രുവിനണികൾ തകർക്കാൻ ശക്തിയും കൃപയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. ത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള അപ്പം, ദൈവത്തിൻ്റെ പുത്രൻ, സ്വർഗത്തിൻ്റെ രാജകുമാരൻ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വലിയ വലിയ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണവേദനയിൽ മുഴുകിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ
ഏത് സമയവും ആരുടെ വീടിന്റെ മുൻപിൽ ആരുടെ മുകളിലും മരണം കടന്നു വരാമെന്ന് നാം ഭയപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമുക്കൊരു പുത്തൻ അഭിഷേകം തരുവാൻ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയോടൊപ്പം പരിശുദ്ധ കുർബാനയില് കർത്താവായ ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുകയാണ് മക്കളെ. ഈശോ ഇന്ന് ഈ രാത്രിയില് എഴുന്നള്ളി വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ചങ്ക് പൊട്ടി നിലവിളിച്ച് വേദനിച്ച് കഴിയുന്നവരെ ആശ്വസിപ്പിക്കാൻ, പ്രതീക്ഷ കൊടുക്കുവാൻ, മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ പുത്രൻ അപ്പത്തിന്റെ രൂപത്തില്, ജീവനുള്ള അപ്പത്തിന്റെ രൂപത്തില് പരിശുദ്ധ കുർബാനയില് സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുക മക്കളെ. രണ്ട് കരങ്ങളൊക്കെ കുപ്പിപ്പിടിച്ച് TV സ്ക്രീനിലേക്ക് നോക്കി, അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ശുശ്രൂഷയിലേക്ക് നോക്കി തല കുമ്പിട്ടുകൊണ്ട് നമ്മുടെ ഭവനത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്വർഗം തുറക്കണമേ, ഈശോവേ സ്വർഗത്തിന്റെ വെളിപാടുകള് ദൈവജനത്തിന് കൊടുക്കണമേ. ഈശോ 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 ശക്തി പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, കൃപ വ്യാപരിക്കട്ടെ. അസംഖ്യം ആത്മാക്കളിലേക്ക് കർത്താവിൽ നിന്ന് കൃപ ഒഴുകട്ടെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആയിരമുന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുമുന്നതനെ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുമുന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുമുന്നതനെ. ആരിലുമുന്നതനെ. ഒറ്റ വിളി യേശുവേ. എല്ലാ ഭയങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ, ആത്മവിശ്വാസ കുറവുകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ പുത്തൻ അഭിഷേകം നിറയട്ടെ, രോഗശാന്തി വന്ന് നിറയട്ടെ, എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ, മാരക രോഗങ്ങൾ വിട്ടുമാറട്ടെ, പകർച്ചവ്യാധികൾ വിട്ടുമാറട്ടെ, പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ, മാനസിക രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരം ലഭിക്കട്ടെ, സ്വർഗത്തിന്റെ അധികാരം ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ വെളിപാടുകൾ നൽകണമേ, സ്വർഗത്തിന്റെ വെളിപാടുകൾ നൽകണമേ. യേശുവേ ഭാഷാപരത്തില് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ.
വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതൻ. ഒറ്റ വിളി യേശുവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നമ്മുടെ ഭവനങ്ങളിൽ വന്ന് യേശു നാമത്തിന്റെ ശക്തി നിറയട്ടെ. യേശുവിനോടുകൂടി ആയിരിക്കുക, അതാണ് സ്വർഗം. എൻ്റെ മക്കളെ, ആ സ്വർഗം നിന്റെ ഭവനത്തിലേക്ക് ഇപ്പൊ എഴുന്നള്ളി വരട്ടെ. സ്വർഗത്തിന്റെ വലിയ അഭിഷേകം നിന്റെ മേൽ എഴുന്നള്ളി വരട്ടെ. നിന്റെ മേലുള്ള എല്ലാ ഭയങ്ങളും വിട്ടുമാറട്ടെ. ഭയപ്പെട്ടു പോയ മരണത്തെ ഓർത്ത് ഭയപ്പെട്ടു പോയ നിമിഷങ്ങള് യേശു നാമത്തിന്റെ ശക്തിയാൽ അവയെല്ലാം വിട്ടുമാറട്ടെ. പറഞ്ഞേ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വിഷമിച്ചിരിക്കുന്നവർക്ക് ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയിൽ നിന്ന് നിർഗളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ഭവനത്തിൽ വന്ന് നിറയട്ടെ. നിന്റെ പറമ്പിൽ വന്ന് നിറയട്ടെ. നിന്റെ വീടിന്റെ 4 അതിരുകളിൽ വന്ന് നിറയട്ടെ. നിന്റെ വീടിന്റെ 16 കോണുകൾക്കുള്ളിൽ വന്ന് നിറയട്ടെ. അവിടെയുള്ള എല്ലാ ശാപങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ. ആ ഭവനത്തിലുള്ള കൂടോത്രത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ആഭിചാരത്തിന്റെ, ക്ഷുദ്രക്രിയകളുടെ ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. സ്വർഗത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിന്റെ ഭരണം ഏറ്റെടുക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, തഴക്കദോഷത്തിന്റെ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, സ്വർഗം നിഷേധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ, ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ അധികാരം ഇപ്പോൾ ഉപയോഗിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിന്റെ മേൽ ഇറങ്ങി വരുന്നു. നിന്റെ ആത്മാവിന്റെ മേലുള്ള ബന്ധനങ്ങള്, നിന്റെ തഴക്ക ദോഷങ്ങള് യേശു നാമത്തിൽ ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടുന്നു. നിനക്ക് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന തഴക്ക ദോഷങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി ആ ചങ്ങല ഇപ്പോൾ പൊട്ടിച്ചെറിയുന്നു. In the name of Jesus, in the name of my priesthood, in the name of the Holy Catholic Church, the name of the Holy Eucharist, by the power of the Holy Spirit, by the power of the Holy Spirit, the Holy Catholic Church, Shekinah ministry-ഓട് ചേർന്ന് continue the same mission of Jesus, deliverance-ന്റെ mission. എല്ലാവിധത്തിലുള്ള തിന്മകളെ, പാപങ്ങളെ, നിരാശകളെ, മാനസിക രോഗങ്ങളെ, മാനസിക ബന്ധനങ്ങളെ, തഴക്ക ദോഷങ്ങളെ ബഹിഷ്കരിക്കുന്ന, കുടുംബ തകർച്ചകളെ ബഹിഷ്കരിക്കുന്ന എല്ലാവിധത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിന്റെ കുടുംബം നിറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാരൂപി സ്വർഗം ലക്ഷ്യമാക്കി നയിക്കുന്നതിന് നിനക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ in the name of Jesus, power. ഈശോ, 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 അത്ഭുത ശക്തി, ഈശോ, അത്ഭുത പവർ, ഈശോ,
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഒറ്റ വിളി യേശുവേ. എല്ലാവരും കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം മുഴുവൻ, നമ്മുടെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര മുഴുവൻ പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിന്റെ മുന്നൊരുക്കമാണ് പരിശുദ്ധ കുർബാന. ആ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്വർഗത്തിന്റെ പുത്തൻ അഭിഷേകം നിന്റെ ഭവനത്തിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, എല്ലാവരും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഷെക്കേന ടെലിവിഷനിലൂടെ നാം ഇന്ന് കണ്ടുമുട്ടിയ കർത്താവ് യേശുവിനെ, ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഈശോയെ, കർത്താവായ ഈശോയെ, നല്ല അഭിഷേകത്തോടെ ഏറ്റുപറഞ്ഞ മക്കളെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുന്ന് എന്റെ ദൈവമാണെന്ന് എന്റെ ദൈവമാണ് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ജീവിക്കുന്നവരുടെ ദൈവമേ, ജീവിക്കുന്നവരുടെ ദൈവമേ, സ്വർഗത്തിന്റെ ദൈവമേ, സ്വർഗത്തിന്റെ ദൈവമേ, എന്റെ ഭവനത്തിന്റെ, എന്റെ ഭവനത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ, ജീവിതത്തിന്റെ, എന്റെ ചിന്തകളുടെ ഭരണത്തെ ഏറ്റെടുക്കണമേ. എന്റെ ജീവിതത്തിന്റെ ഭരണത്തെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയുടെ അധികാരമുള്ള നാമത്താൽ എന്റെ കുടുംബത്തെ ബാധിച്ച എല്ലാ ദുഃഖങ്ങളും, എല്ലാ മരണഭയങ്ങളും, അകാരണ ഭയങ്ങളും, വിഷാദങ്ങളും ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ, നിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ ഈ നിമിഷം, ഈ രാത്രിയില്, ഈ ശുശ്രൂഷയില് പങ്കെടുക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ സ്വർഗീയ അഭിഷേകം കൊണ്ട് നിറയട്ടെ. സ്വർഗത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, പകർച്ചവ്യാധികളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ക്യാൻസറിൽ നിന്ന്, വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന്, വിട്ടുമാറാത്ത കടബാധ്യതകളിൽ നിന്ന്, തൊഴിൽ തടസ്സങ്ങളിൽ നിന്ന്, കച്ചവട തടസ്സങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബന്ധനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ഈശോയെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയില് ഈ ശുശ്രൂഷ നമുക്ക് ഒരുക്കി തരുന്നത് ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഷെക്കേന ടെലിവിഷൻ കേന്ദ്രത്തിലെ ചാപ്പലില് 5 കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. 5 നിയോഗങ്ങളാണ് കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നത്. ഒന്നാമത്തേത്, DTHന്റെ പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ആമേൻ എന്ന് പറഞ്ഞേ. ഈശോയെ, ഈ ടെലിവിഷൻ ശുശ്രൂഷയെ
പറഞ്ഞ ഈ ടെലിവിഷൻ ശുശ്രൂഷയെ, ഈ ടെലിവിഷൻ ശുശ്രൂഷയെ, ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയെ ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയെ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഏറ്റെടുക്കണമേ. ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളരുവാൻ, വളരുവാൻ, ഉയരുവാൻ ഉയരുവാൻ ഈ ശുശ്രൂഷയെ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ നിയോഗം, പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ സാമ്പത്തിക മേഖലകള് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഈ ഒരു ശുശ്രൂഷ കർത്താവ് ഏറ്റെടുത്ത ശുശ്രൂഷയാണ്. ലോകം മുഴുവന് ലൈവായിട്ട് യേശുവിന്റെ അഭിഷേക ശുശ്രൂഷകള്, നിത്യജീവന്റെ സുവിശേഷങ്ങള് ഓരോ ഭവനങ്ങളിൽ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഷെക്കേന ടെലിവിഷന്റെ സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളി വിളിച്ച് എന്റെ ഈശോയെ, ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ നിയോഗം ചാപ്പലില് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ ചാപ്പലിൽ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിൽ നടക്കുന്ന ന്യൂസ് പ്രോഗ്രാമുകള്, മറ്റെല്ലാ ദൈവിക ശുശ്രൂഷകള് കർത്താവ് ഈശോ ഏറ്റെടുത്ത് പുത്തൻ അഭിഷേകങ്ങൾ കൊണ്ട് നിറക്കാൻ ഒരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, റുഹ, 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 ഏറ്റെടുക്കണമേ, റുഹ, റുഹായേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ നിയോഗം ഞാൻ കണ്ടു. നാലാമത്തെ നിയോഗം എന്താണെന്ന് അറിയണ്ടേ? ഹിന്ദി ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, സ്വർഗത്തിന്റെ അധിപൻ ഇറങ്ങി വരട്ടെ, സ്വർഗത്തിന്റെ രാജാവ് ഇറങ്ങി വരട്ടെ, ഭാഷ വരം ലഭിക്കട്ടെ, പെന്തക്കോസ്തയുടെ അഭിഷേകം ലഭിക്കട്ടെ, സ്ത്രീകന്മാർക്ക് ലഭിച്ച അതേ അഭിഷേകം ലഭിക്കട്ടെ. കർത്താവേ, ഹിന്ദി ഭാഷയിലേക്കുള്ള ഷെക്കേന ടെലിവിഷന്റെ ശുശ്രൂഷകളെ എടുത്ത് ഉയർത്തണമേ. ഒരൊറ്റ വിളി വിളിച്ച് എന്റെ ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്തെ നിയോഗ മക്കളെ, ഇതാ ഷെക്കേന ടെലിവിഷൻ രണ്ടാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് കർത്താവ് ഈ ശുശ്രൂഷയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഇവിടുത്തെ ശുശ്രൂഷകര് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ജീവന്റെ സുവിശേഷം പോലെ അനേക വെളിപാടുകള്, അനേക കൃപകള് ഈ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവൻ പടരട്ടെ. ഒരൊറ്റ വിളി വിളിച്ച് എന്റെ ഈശോ, ഹല്ലേലൂയ, 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 റിയ, 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 റിയ. യേശുവേ, 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 ശക്തി ലഭിക്കട്ടെ, അഭിഷേകം ലഭിക്കട്ടെ, പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ, കൃപകൾ ഒഴുകട്ടെ, ഭാഷാ വരെ ലഭിക്കട്ടെ, വിടുതലിന്റെ വരെ ലഭിക്കട്ടെ, രോഗശാന്തി വരെ ലഭിക്കട്ടെ, ആന്തരിക സൗഖ്യം ലഭിക്കട്ടെ, മരണഭയം വിട്ടുമാറട്ടെ, മരണം മൂലമുള്ള ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് ഏറ്റെടുത്ത ശുശ്രൂഷയാ. കർത്താവ് ആഗ്രഹിച്ചതുപോലെ സ്വർഗത്തെക്കുറിച്ച് ഈ രാത്രിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക തരത്തിൽ ഈ വിശുദ്ധ വചനത്തെ കർത്താവ് കൊണ്ടുപോയി. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഷെക്കേന ടെലിവിഷനോടൊപ്പം ചേർന്ന് ഇരു കരങ്ങൾ ഈശോയുടെ നേരെ വിരിച്ചു പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എൻ്റെ പൗരോഹിത്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പൗരോഹിത്യം എടുത്ത് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഷെക്കേന ടെലിവിഷന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. സന്തോഷ് ബ്രദറിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇവിടെയുള്ള എല്ലാ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിനെ ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ കുപ്പി പിടിച്ച് ഈശോയുടെ മുൻപിൽ
ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കാം യേശുവിനെ, അധികാരം ഉള്ളവനെ. വണങ്ങിടാം ദിവ്യ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.